ശ്രീ GS ശ്രീകുമാർ, ഇതിൽ സർക്കാർ പൂർണ്ണമായും പരാജയപ്പെടുകയല്ലേ ചെയ്തത്? പക്ഷേ താങ്കൾ എങ്ങനെയാണ് ഇതിനെ വിശ്വസിക്കുന്നത്? ഇത് എങ്ങനെയാണ് അവസാനം ഇനി ഡോക്ടർ മിണ്ടില്ല എന്ന രീതിയിലൊരു സമവായത്തിലേക്ക് എത്തിയത്? തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ഹാരിസ് ഡോക്ടർ കഴിഞ്ഞ 4 ദിവസം ഹോസ്പിറ്റലിലായിരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ ഹോസ്പിറ്റലിലാകെ കണ്ടത് രണ്ട് വ്യക്തികളാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഒന്ന് മന്ത്രിയും ഒന്ന് DMEയും. എനിക്ക് തോന്നുന്നത് സ്വാഭാവികമായിട്ടും അദ്ദേഹം പറഞ്ഞത് മറ്റൊരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തില്ല. അത് ഞാൻ വിശ്വാസത്തിലെടുക്കുന്നില്ല. ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ഇത് അവസാനിപ്പിക്കാമെന്നും ഒരു താക്കീതിൽ ഇതെല്ലാം അവസാനിപ്പിക്കാമെന്നും അവിടെ മന്ത്രിയും DMEയൊക്കെ ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ, സംഘടനാ നേതാക്കളുമായിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിമേലിൽ ഒന്നും തന്നെ പറയാൻ പാടില്ല എന്ന് പറയുകയും അദ്ദേഹം അതനുസരിക്കുകയും ചെയ്തു. അദ്ദേഹം തന്നെ പറഞ്ഞു, ഒരു തർക്ക വിഷയങ്ങളിലൊന്നും ഞാൻ ഇനി പറയുന്നില്ല, അത് എന്നെ അങ്ങനെ പറയരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമായിരുന്നു. നമുക്ക് എന്തായാലും ഒരു കാര്യത്തിൽ സന്തോഷമാണ്, അദ്ദേഹത്തോടുള്ള വേട്ടയാടുകൾ അവസാനിപ്പിച്ചിരിക്കുന്നു, അദ്ദേഹത്തിനെതിരെ ഇനി കർശനമായ ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ള തലത്തിലേക്ക് പോയത് സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഞങ്ങളുൾപ്പെടെയുള്ള പൊതുപ്രവർത്തകർ, ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾ, അവരെല്ലാം ആവശ്യപ്പെട്ടത് എന്താണ്? ആ ഡോക്ടറെതിരെ നടപടി സ്വീകരിക്കരുത്, അദ്ദേഹത്തെ വേട്ടയാടരുത്, അദ്ദേഹത്തെ ഉപദ്രവിക്കരുത് എന്നുള്ള തലത്തിലേക്ക് ഗവൺമെൻറ് വന്നു. വിവിധ നാടകങ്ങൾ തകർന്നടിഞ്ഞതിന് ശേഷമാണ്. അല്ലാതെ ആദ്യം മന്ത്രി പറഞ്ഞത് അദ്ദേഹത്തെ ചേർത്ത് നിർത്തും എന്നൊക്കെ പറഞ്ഞൊക്കെ ഒരു പൊള്ളത്തനമായിരുന്നു. അത്തരത്തിൽ നമുക്ക് സന്തോഷമുണ്ട്, പൂർണ്ണമായും സന്തോഷമുണ്ട്. ഡോക്ടറെ കുരിശിലേറ്റുന്ന നടപടിയിൽ നിന്ന് ഗവൺമെൻറ് പിന്മാറി എന്നുള്ളതിൽ പൂർണ്ണ സന്തോഷമുണ്ട്. അപ്പോഴും അദ്ദേഹം ചൂണ്ടിക്കാണിച്ച വിവിധ വിഷയങ്ങൾ അവിടെ തന്നെ നിലനിൽക്കുന്നു. ആശുപത്രിയിലെ വിവിധ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കണം. ആദ്യം ഇപ്പോൾ രോഗികളിൽ നിന്ന് പണം കമ്പനി നേരിട്ട് വാങ്ങി ഉപകരണങ്ങൾ കൊടുത്തു. അതുപോലെ തന്നെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും പ്രോബുകളില്ല. ഗൈനക്കിൻ്റെ പ്രോബുകളില്ല, ജനറൽ സർജറിയിലില്ല, ഓർത്തോയിലില്ല. അതുപോലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രോബുകളില്ല. ആ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കീഹോൾ സർജറി നടന്നിട്ട് എത്രയോ നാളുകളാവുന്നു. 100 കീഹോൾ സർജറി നടക്കേണ്ട സ്ഥാനത്ത് 1-2 മാത്രം നടക്കുകയാണ്. അതായത് എല്ലാ ഉപകരണങ്ങളും ഈ പ്രോബുകൾ വേണം. അപ്പോൾ കീഹോൾ സർജറി പൂർണ്ണമായും അവിടെ ഇല്ലാതായി. ഇതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ആ മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സമിതി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് കോടിക്കണക്കിന് രൂപ വരുമാനമുള്ളതും 400ഓളം ജീവനക്കാരുള്ളതും അതിൻ്റെ നടത്തിപ്പിൽ ഏറ്റവും മുഖ്യ പങ്ക് മെഡിക്കൽ കോളേജിൽ വഹിക്കുന്നത് ആശുപത്രി വികസന സമിതിയാണ്. കഴിഞ്ഞ 4 വർഷമായി ആശുപത്രി വികസന സമിതി കൂടിയിട്ടില്ല. വിവിധ രാഷ്ട്രീയ കക്ഷിയിലുള്ളവർ, വിവിധ HODമാരൊക്കെ ഉള്ള ഒരു വലിയ സമിതി കൂടാതെ CPMൻ്റെ നോമിനികളായിട്ടുള്ള 3-4 ആൾക്കാരും അത്യാവശ്യ ഉദ്യോഗസ്ഥരും മാത്രമായി അവിടെ 2 മാസത്തിലോ 3 മാസത്തിലോ ഒരു യോഗം കൂടി അവർക്ക് ഇഷ്ടമുള്ള തീരുമാനം, അതായത് CPMകാരെ ആശുപത്രിയിലേക്ക് അനധികൃതമായി നിയമിക്കുന്ന ഒരു കാര്യത്തിലല്ലാതെ ഇതേപോലെ HODമാർ കൊടുക്കുന്ന കത്തിന്മേൽ അടിയന്തര നടപടി സ്വീകരിക്കുന്ന ഒരു സംവിധാനം മെഡിക്കൽ കോളേജിലില്ല. അപ്പോൾ ഈ തരത്തിൽ കഴിഞ്ഞ ചർച്ചകളിൽ ഒരാൾ പറഞ്ഞു, CPMൻ്റെ നേതാക്കൾ നിയന്ത്രിക്കുന്ന സംവിധാനത്തിൽ നിന്നും ഈ മെഡിക്കൽ കോളേജിനെ സ്വതന്ത്രമാക്കണം. മെഡിക്കൽ കോളേജിനെ അങ്ങനെ സ്വതന്ത്രമാക്കി അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് അവിടുത്തെ ഒരു സ്വന്തമായി കാര്യങ്ങൾ തീരുമാനിക്കാൻ, അവിടുത്തെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് നൽകണം. ഇത് HODമാർക്ക് പോലും ഒരു സ്വാതന്ത്ര്യമില്ല, പ്രിൻസിപ്പാളിനില്ല, സൂപ്രണ്ടിനില്ല. നമ്മൾ കണ്ടില്ലേ, പ്രിൻസിപ്പാളും സൂപ്രണ്ടും തിരക്കഥയ്ക്ക് അനുസരിച്ച് അഭിനയിക്കുകയാണ്. ഇങ്ങനെ വൃത്തികെട്ട ഒരു സംവിധാനത്തിലായിട്ട് ഇത് വർഷങ്ങളായി. ഈ മന്ത്രി പലപ്പോഴും പറഞ്ഞല്ലോ, ഇവിടെ ആടി ഉലയില്ല, കപ്പലുണ്ട്, കപ്പിത്താനുണ്ട്, ക്യാപ്റ്റനുണ്ട്. ഇപ്പോൾ വന്നപ്പോൾ ആരുമില്ല, കപ്പിയുമില്ല, കപ്പിത്താനുമില്ല, ക്യാപ്റ്റനുമില്ല. മന്ത്രി നിലയില്ലാ കയത്തിൽ കൈയും കാലും ഇട്ട് അടിക്കുകയാണ്. അവസാനം പ്രിയപ്പെട്ട ഡോക്ടറോട് കാല് പിടിച്ച് അപേക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇന്ന് ഒന്നും തന്നെ പറയാതെ അദ്ദേഹം ഇതിൽ നിന്ന് പിന്മാറിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അദ്ദേഹം പിന്മാറുമ്പോഴും നിലവിൽ അദ്ദേഹം പറഞ്ഞ ഒട്ടേറെ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ആശുപത്രിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന്. ശരി, ശ്രീ MK ഹരിദാസ്, ഡോക്ടറുടെ കാല് പിടിക്കുകയായിരുന്നു മന്ത്രി, ഇനി ഒന്നും പറയരുത് എന്ന് താങ്കൾ ഈ ഭാഗത്തോട് യോജിക്കുന്നുണ്ടോ? ഡോക്ടർ പറഞ്ഞത് മന്ത്രി വളരെ സൗമ്യമായിട്ടാണ് സംസാരിച്ചത്, തൻ്റെ കാര്യങ്ങളെല്ലാം കേട്ടു. ഒന്നാമത് അദ്ദേഹം ആശുപത്രിയിലായിരുന്നുവല്ലോ, വീട്ടുകാരുമായി സംസാരിച്ചു. അപ്പോൾ ഒരു സ്നേഹത്തോടു കൂടിയുള്ള സംസാരമായിരുന്നു. അപ്പോൾ തനിക്ക് പിന്നെ അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനുണ്ടായിരുന്നില്ല. മന്ത്രി പറഞ്ഞ കാര്യം താൻ കേട്ടു. ഇനി അങ്ങോട്ട് സംഘടനയാണ് ഇക്കാര്യത്തിൽ അഭിപ്രായ പ്രകടനം നടത്തുക. തൻ്റെ സംഘടനയായ KGM-CT ആയിരിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറയാൻ പോകുന്നത് എന്ന്. അതായത് ഡോക്ടറുടെ വായ അടപ്പിച്ചു അല്ലേ?
ചട്ടങ്ങൾ ലംഘിച്ചു. ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം ഞാൻ മുഴുവൻ ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചട്ടങ്ങൾ ലംഘിച്ച വ്യക്തിയാണ്, അത് ചെയ്യരുതായിരുന്നു എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് എന്നുള്ള ആ വാക്ക് പിടിച്ചുകൊണ്ട് മന്ത്രി ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ഉണ്ടായിട്ടുള്ള കോംപ്രമൈസ് എന്താണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ലെങ്കിലും ചട്ടലംഘനത്തിനെതിരെയുള്ള സർക്കാർ നടപടിയെ ഡോക്ടർ ഹാരിസ് അത്രയധികം സ്വാഗതം ചെയ്യുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ആദ്യ സമയത്തൊക്കെ അദ്ദേഹം, കഴിഞ്ഞ ആഴ്ച ഈ സമയത്തൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നത് അത്തരത്തിലല്ല, ഞാൻ എന്ത് നടപടിയെയും നേരിടാൻ തയ്യാറാണ് എന്ന നിലയ്ക്ക് സംസാരിച്ചിരുന്ന അദ്ദേഹം ഇന്ന് രാവിലെ അത്തരത്തിലുള്ള ഒരു സമീപനമായിരുന്നില്ല അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിലും അദ്ദേഹത്തിന്റെ സംസാരത്തിലും കഴിഞ്ഞ ആഴ്ചയിൽ നിന്ന് വളരെയേറെ പക്വത വന്ന സ്ഥിതിക്ക് മന്ത്രി അങ്ങോട്ട് വെച്ചിട്ടുള്ള ഒരു ഉപാധി ഉണ്ടായിരിക്കാം, ഇനി ഈ സംഗതി ഞങ്ങൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്, നിങ്ങളെ കള്ളനാക്കിയും പെണ്ണുപിടുത്തക്കാരനാക്കിയും നിങ്ങളെ സർവീസിൽ നിന്ന് പുകച്ചു പുറത്തു ചാടിച്ചിട്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് കിട്ടിയിരുന്ന സേവനം ഇല്ലാതാക്കാൻ ഞങ്ങളെ കൊണ്ടാവും, അത് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി തൊട്ടിട്ട് വായ തുറക്കരുത് എന്നുള്ളൊരു കോംപ്രമൈസ് മുൻപോട്ട് വെച്ചപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം കീഴടങ്ങിയിരിക്കാം. അല്ലെങ്കിൽ മന്ത്രിയോട് അദ്ദേഹം, ഞാൻ കൂടുതൽ കാര്യങ്ങൾ, സത്യങ്ങൾ വിളിച്ചു പറയാൻ പോകുകയാണ്, കാരണം ഞാനിപ്പോ ഈ പറഞ്ഞതൊന്നുമല്ല യഥാർത്ഥത്തിൽ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലെയും സത്യം, അതിൽ കൂടുതൽ കാര്യങ്ങൾ ഞാൻ വിളിച്ചു പറഞ്ഞാൽ ഈ പഞ്ചായത്ത് ഇലക്ഷനും വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനും പടിവാതിൽക്കൽ നിൽക്കാൻ ഞാൻ വിളിച്ചു പറഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് അങ്ങോട്ട് പറഞ്ഞപ്പോൾ മന്ത്രി സറണ്ടർ ആയതോ അതൊക്കെ പുറത്തു വരാനിരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും മഞ്ജുഷ്, ഞാൻ വ്യക്തമായിട്ട് പറയണു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ രീതി അനുസരിച്ചിട്ട് ഡോക്ടർ ഹാരിസിനെ മറ്റെന്തെങ്കിലും ഒരു കേസിൽ കുടുക്കിയിട്ട് അവരിതിന് പ്രതികാര നടപടി ചെയ്യും. ആരോഗ്യരംഗത്ത് നമ്പർ 1 കേരളം എന്നൊരു ക്യാപ്ഷനുമായിട്ട് കേരളത്തിലെ ജനങ്ങളെ അങ്ങേയറ്റം പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിന് കിട്ടിയിട്ടുള്ള നെറുകം തലയ്ക്ക് കിട്ടിയിട്ടുള്ള ഒരു അടിയാണ് ഹാരിസിന്റെ വിളിച്ചു പറയലുണ്ടായിരുന്നത്. അതിന് കൃത്യം 6 മാസം മുമ്പ് ഞാൻ വിവരാവകാശ നിയമപ്രകാരം പുറത്തുവിട്ടിട്ടുള്ള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ എനിക്ക് തന്ന കണക്കുകൾ ഏകദേശം ഹാരിസ് വിളിച്ചു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോട് 100% സാമ്യത പുലർത്തുന്നതാണ്. ഞാൻ ഇന്നലെ താങ്കൾക്ക് ഒരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കുറച്ച് വിവരാവകാശ മറുപടികളുടെ ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലിന് ശേഷം ഞാൻ വിവരാവകാശ നിയമപ്രകാരം നമ്മുടെ സർക്കാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും 14 ജില്ലാ ആസ്പത്രികളിലും 12 സർക്കാർ മെഡിക്കൽ കോളേജുകളിലും ഉള്ള ഉപകരണങ്ങളുടെ നിലവിലെ സ്ഥിതി എന്താണ്, എന്തൊക്കെ ഉപകരണങ്ങളുടെ കുറവുണ്ട് എന്ന് ചോദിച്ചിട്ട് ഞാൻ അയച്ച ഒരു അപേക്ഷയ്ക്ക് എനിക്ക് തുരുതുര മറുപടി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ മറുപടിയിലെ എനിക്ക് 78 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും 9 ജില്ലാ ആശുപത്രികളും 10 മെഡിക്കൽ കോളേജുകളിലും തന്ന മറുപടിയിലെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണുള്ളത്. അതായത് അവിടെ കഴിഞ്ഞ 3 വർഷമായിട്ട് ആവശ്യപ്പെടുന്ന ഒരു പുതിയ ഉപകരണങ്ങളും ആധുനിക ചികിത്സാരംഗം അങ്ങേയറ്റം പുരോഗതി പ്രാപിക്കുന്നത് അനുസരിച്ചിട്ട് ഇന്നത്തെ ഉപകരണമല്ല നാളെ രാവിലെ പുറത്തേക്ക് ഇറങ്ങുന്നത്. അത്തരത്തിലുള്ള ഉപകരണങ്ങൾ ഇല്ലെങ്കിൽ തന്നെ 4 or 5 വർഷം മുമ്പ് ഇറങ്ങിയ ഉപകരണങ്ങളുടെ കുറവ്, ആ ഉപകരണങ്ങൾ കേടുവന്നത് റിപ്പയർ ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഫണ്ട് അനുവദിക്കാത്തത്